Hello everyone. Welcome to Nifty and Bank Nifty levels for tomorrow. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഡിസ്ക്ലൈമർ കാണാം. നിഫ്റ്റി 5 മിനിറ്റ്സിലോട്ട് മാറ്റുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഓവറോൾ സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഓപ്പൺ ചെയ്തതിനു ശേഷം നിഫ്റ്റിയിൽ നമുക്ക് ഒരു അപ്പ് മൂവ് കാണാനായിട്ട് പറ്റി. അതിനുശേഷം ഓപ്പണിംഗിന് ശേഷം ഒരു അപ്പ് മൂവ് കാണാൻ പറ്റി, വീണ്ടും ഡൗൺ ആയി, അതിനുശേഷം വീണ്ടും റിക്കവർ ചെയ്ത് ഒരു ഓവറോൾ സൈഡ് വേസ്, ഒരു പെർഫെക്റ്റ് സൈഡ് വേസ് ഡേ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഓവറോൾ ഒരു സൈഡ് വേസ് ഡേ ആയിരുന്നു. കിട്ടിയിട്ടുണ്ടായിരുന്ന ഗെയിൻസ് മുഴുവൻ നെഗറ്റീവ് ഡേ ആയിട്ട് മാറുകയാണ് ചെയ്തത്. അതിനുശേഷം റിക്കവർ ചെയ്ത് ഒരു ഓവറോൾ സൈഡ് വേസ് ഡേ എന്ന് പറയാം. ആ രീതിയിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ക്ലോസിംഗ് വരെ നമുക്കൊരു ഏതാണ്ട് ഒരു റേഞ്ചിൽ തന്നെയാണ്, റേഞ്ചിന്റെ മുകളിലോട്ട് പോയി താഴോട്ട് വന്നു, വീണ്ടും ആ ഒരു റേഞ്ചിന്റെ ജസ്റ്റ് എബവ് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമുക്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ, അതായത് നാളെ നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് 17,770 ലെവൽസ് ആണ് ഒരു സപ്പോർട്ട് ആയിട്ട് വരുന്നത്. 17,770. അപ്പൊ നമുക്ക് ഇവിടെ 17,770 നമ്മൾ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളുടെ ഡെയിലി അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഒരുപാട് തവണ ആ ഒരു ലെവലിൽ നിന്ന് ഒരു റിജക്ഷൻ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റി. അതിനുശേഷം ഇന്നലെ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം വീണ്ടും താഴോട്ട് ബ്രേക്ക് ചെയ്തു, ക്ലോസിങ്ങിനോട് അടുപ്പിച്ച് എബവ് ആണെന്ന് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ളത്. 17,786.80 നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 17,700 ഒരു സപ്പോർട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്തതായി റെസിസ്റ്റൻസ് ലെവൽസ് നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 17,850 ആണ്. 810 ഒരു ഇന്റർമീഡിയറ്റ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ആ ഒരു ലെവല് ജസ്റ്റ് ക്രോസ് ചെയ്തെങ്കിലും തിരിച്ച് അവിടെ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. പിന്നെ 17,850 ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവല്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 17,910. 17,910 ആണ് അടുത്ത ഒരു റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. അത് കഴിഞ്ഞാൽ 17,970. 17,970 ലെവൽസ് ആണ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ 4 ലെവൽസ് ആണ് നാളത്തേക്കായിട്ട് നിഫ്റ്റിയിൽ വരുന്ന റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസ്. 18,000 നാളത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഈ ലെവൽസിന്റെ എബവ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ലൈവ് അനാലിസിസ് വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലെവൽസ് അപ്ഡേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് ലെവൽസ് എന്നുള്ളത്. ഓപ്പണിംഗിന് ശേഷം ഈ ഒരു റേഞ്ചിന് പുറത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പുതിയ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ലൈവ് അനാലിസിസ് വീഡിയോ. ഇപ്പൊ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് അനാലിസിസ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് ലൈവായിട്ട് ആ സമയത്ത് തന്നെ കൃത്യമായി കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ വീഡിയോസ് കിട്ടാനായിട്ട് പറ്റും. ഇപ്പൊ ലൈവ് അനാലിസിസ് നമുക്ക് ആ സമയത്ത് തന്നെ കിട്ടുകയാണെങ്കിൽ മാത്രമേ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലെവൽസ് ഒക്കെ നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, കാണാനായിട്ട് പറ്റുള്ളൂ, പഠിക്കാനായിട്ടും പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തതായി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ടാർഗറ്റ് ഓൾറെഡി വരാനായിട്ടുണ്ട്. 41,000ന്റെ തൊട്ട് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 40,990 ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണ്ട നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ 40,800 ആണ്.
ഒരു സപ്പോർട്ട് ലെവൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലെവൽ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് ഗ്യാപ്പ് ഫില്ലിംഗ് വന്നതിന് ശേഷം അവിടെ നിന്ന് ബൗൺസ് ആവുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അതുകൊണ്ട് 40,000 അതുപോലെ തന്നെ 41,000 നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. 40,800 അതുപോലെ തന്നെ 41,000. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽസ് വരുന്നത് 41,200. നമ്മൾ കഴിഞ്ഞ ദിവസം ഡെയിലി അനാലിസിസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു ലെവലാണ് 41,200. ആ ഒരു ലെവലിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, സപ്പോർട്ട് എടുക്കുന്നതും റെസിസ്റ്റൻസ് റീടെസ്റ്റ് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 41,500 480 ലെവൽസ് ആണ്. ഞാനിത് 41,480 കൊടുക്കുന്നുണ്ട്. 41,480 ഒരു 2-3 പ്രാവശ്യം നമുക്ക് റെസിസ്റ്റൻസ് അനുഭവപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 41,650. 41,650 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ. അപ്പൊ ഈ ഇത്രയും ലെവൽസ് ആണ് ബാങ്ക് നിഫ്റ്റി നാളത്തേക്കുള്ള ലെവൽസ് ആയിട്ട് പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലെവൽസ് വീഡിയോ ആയിട്ട് ഞാൻ ലൈവ് അനാലിസിസ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നാളത്തെ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. SGX നിഫ്റ്റി ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ അത് 193 പോയിന്റ്സ് 18,000 പ്ലസ് ഓപ്പൺ ചെയ്യുമെന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഓപ്പണിംഗ് വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റൂ. SGX നിഫ്റ്റി ഇനിയും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇനി മാർക്കറ്റ് തുറക്കാനായിട്ട് നാളെ രാവിലെ വരെ സമയമുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ലെവൽസ് നമുക്ക് കീപ്പപ്പ് ചെയ്യാം. അതിനുശേഷം എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് നാളെ ഓപ്പണിംഗിന് ശേഷം പ്രീ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അതിനുശേഷം ഫ്രഷ് ലെവൽസ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ലൈവ് അനാലിസിസ് വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.